നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിശകലനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന അഥവാ PMDDKYയെ കുറിച്ചാണ്. ഇതിനായി നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ദി ഹിന്ദു പത്രവും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സുമാണ്. അപ്പോൾ UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഈ പുതിയ പദ്ധതിയുടെ ഉള്ളുകള്ളികൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ സർക്കാർ നയങ്ങൾ, കൃഷി, ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ഈ ഭാഗങ്ങളിലൊക്കെ വരും. മെയിൻസിന് GS പേപ്പർ 2, അതായത് ഭരണനിർവഹണം, ക്ഷേമ പദ്ധതികൾ, പിന്നെ GS പേപ്പർ 3, കാർഷിക സബ്സിഡികൾ, പൊതുവിതരണ സമ്പ്രദായം, ഇതിലൊക്കെ ഇതിന് പ്രസക്തിയുണ്ട്. ശരി, അപ്പോ എന്താണ് ഈ പുതിയ നീക്കം? എന്താണിതിന്റെ ഒരു കാതൽ? അടിസ്ഥാനപരമായി പറഞ്ഞാൽ ഇത് കാർഷിക ഉൽപാദനക്ഷമത കൂട്ടാനും പിന്നെ സുസ്ഥിര കൃഷിയില്ലേ അത് ഉറപ്പാക്കാനുമുള്ള ഒരു വലിയ ശ്രമം തന്നെയാണ്. 2025-26 ബജറ്റിലാണ് ഇതിന്റെ ഒരു പ്രഖ്യാപനം വന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംയോജനം അഥവാ കൺവെർജൻസ് എന്ന ആശയമാണ്. അതായത് നിലവിലുള്ള ഏകദേശം ഒരു 11 മന്ത്രാലയങ്ങളുടെ കീഴിലുള്ള 36ഓളം പദ്ധതികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ്. 36 പദ്ധതികൾ. ഹോ, അത് വലിയൊരു സംഖ്യയാണല്ലോ. ഇത്രയധികം പദ്ധതികൾ ഇങ്ങനെ ഒരുമിപ്പിക്കുമ്പോൾ അതിന്റെ ഏകോപനം ഒരു പ്രശ്നമാകാൻ സാധ്യതയില്ലേ? മുൻപും നമ്മൾ ഇത്തരം ശ്രമങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. തീർച്ചയായും ഏകോപനം എപ്പോഴും ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കേന്ദ്രത്തിന്റെ ഒരു വിജയകരമായ പദ്ധതിയായി കണക്കാക്കുന്ന ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം, അതായത് ADP, അതിന്റെ ഒരു മാതൃകയിലാണിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനുവേണ്ടി പ്രതിവർഷം ഏതാണ്ട് 24,000 കോടി രൂപ വച്ച് 6 വർഷത്തേക്ക് നീക്കിവച്ചിട്ടുണ്ട്. ഏകദേശം 1.7 കോടി കർഷകർക്ക് ഇതിന്റെ ഗുണം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും വിളവെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾ, ജലസേചനം, വായ്പയുടെ ലഭ്യത, ഇതിനൊക്കെയാണ് ഊന്നൽ. ഈ ADP മാതൃകയെക്കുറിച്ച് പറഞ്ഞല്ലോ. അതെങ്ങനെയാണ് ഇവിടെ കൃത്യമായി പ്രസക്തമാകുന്നത്? പിന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണ്? നല്ല ചോദ്യം. പ്രിലിംസിനോർക്കാൻ 3 പ്രധാന കാര്യങ്ങളുണ്ട്. 1, ഈ പദ്ധതികളുടെ സംയോജനം അഥവാ കൺവേർജൻസ്, അതായത് വിഭവങ്ങൾ പാഴാവാതെ കാര്യക്ഷമത കൂട്ടാനുള്ള ശ്രമം. 2, ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് പ്രോഗ്രാം ADP, പിന്നോക്കം നിൽക്കുന്ന ജില്ലകളെ പ്രത്യേകം തെരഞ്ഞെടുത്ത് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഒരു സംയോജനം, സഹകരണം, മത്സരം എന്നൊക്കെ പറയുന്ന തത്വങ്ങളിലൂടെ മാറ്റം കൊണ്ടുവരാനുള്ളൊരു മാതൃകയാണിത്. PMDDKY കൃത്യമായി ഈ രീതിയാണ് കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്. 3, സുസ്ഥിര കൃഷി, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, അതായത് മണ്ണിനും വെള്ളത്തിനുമൊന്നും ദോഷം വരാതെ ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ബാധിക്കാതെ കൃഷി ചെയ്യുക എന്നത്. PMDDKY ഇതിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ജില്ലകളെ തെരഞ്ഞെടുക്കുന്നത് അത് കുറഞ്ഞ ഉൽപാദനക്ഷമത, കുറഞ്ഞ വിളതീവ്രത, പിന്നെ വായ്പാ വിതരണത്തിലെ കുറവ്, ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു 100 ജില്ലകളെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അപ്പം മെയിൻസ് പരീക്ഷയിൽ ഇതിനെക്കുറിച്ച് എഴുതേണ്ടി വരുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ സമീപിക്കണം? ഇന്ത്യൻ കൃഷി ഇപ്പം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാകുമോ? മെയിൻസിന് തീർച്ചയായും ഇത് വിശകലനം ചെയ്യേണ്ടി വരും. ഇന്ത്യൻ കൃഷിയുടെ കാലങ്ങളായുള്ള പ്രശ്നങ്ങളില്ലേ, ഈ കുറഞ്ഞ ഉൽപാദനക്ഷമത, വിളനാശം, വെള്ളത്തിന്റെ കുറവ്, കടക്കെണി, പിന്നെ കാലാവസ്ഥാ മാറ്റം, ഇതിന്റെയൊക്കെ ആഘാതം, ഇതിനൊക്കെയുള്ള ഒരു നയപരമായ മറുപടിയായിട്ട് ഇതിനെ കാണാം. രാജ്യത്തിന് മൊത്തത്തിൽ ഒരൊറ്റ നിയമം എന്നതിനേക്കാൾ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകതകൾ നോക്കിയിട്ടുള്ള ഒരു ഏരിയ ബേസ്ഡ് സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഈ ADP മാതൃക പിന്തുടരുന്നതുകൊണ്ട് പിന്നോക്ക ജില്ലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഇതിന്റെ ഗുണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്, 1, ഈ സമഗ്രമായ സമീപനം, പല പദ്ധതികളെ ഒരുമിപ്പിക്കുന്നത്. 2, താഴെത്തട്ടിൽ നിന്നുള്ള ആസൂത്രണം, അതായത് ധൻധാന്യ സമിതി വഴി കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നു എന്ന് പറയുന്നു. 3, സുസ്ഥിരതയ്ക്കുള്ള ഊന്നൽ. ശരി, ഈ ഗുണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല പ്രതീക്ഷ തോന്നുന്നുണ്ട്. പക്ഷേ വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? പ്രത്യേകിച്ച് ഈ ജില്ലകളെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം, അതിനെക്കുറിച്ച് ചില വിമർശനങ്ങൾ ഉള്ളതായി കേട്ടല്ലോ, അല്ലേ? അതെ, വെല്ലുവിളികൾ തീർച്ചയായുമുണ്ട്. 1,
ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അത് എളുപ്പമാവില്ല. 2, ഈ ജില്ലകളെ തെരഞ്ഞെടുക്കുന്ന മാനദണ്ഡം. അതിൽ കുറഞ്ഞ വായ്പാ വിതരണം ഒരു മാനദണ്ഡമാക്കിയത് കുറച്ച് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. കാരണം സുസ്ഥിര കൃഷിക്ക് വായ്പയെ ഒരുപാട് ആശ്രയിക്കുന്നത് ശരിയല്ലല്ലോ. ഒരുപക്ഷെ ഹെക്ടറിനനുസരിച്ചുള്ള അറ്റ കാർഷിക വരുമാനം അങ്ങനെയുള്ള സൂചകങ്ങൾ പരിഗണിക്കാവുന്നതായിരുന്നു. 3, ഫണ്ട് താഴെത്തട്ടിൽ കൃത്യമായി ചോർച്ചയില്ലാതെ എത്തുന്നു എന്നുറപ്പാക്കണം. 4, ജില്ലാതലത്തിൽ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കാനുള്ള ഒരു ഭരണപരവും സാങ്കേതികവുമായ ശേഷി അതും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ സാധ്യതകളുമുണ്ട്, അതുപോലെ തന്നെ വെല്ലുവിളികളുമുണ്ട്. ഒരു സന്തുലിതമായ നിഗമനത്തിലെത്തുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ വിജയമെന്നത് അത് നടപ്പാക്കലിനെ ആശ്രയിച്ചിരിക്കും, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് കാര്യം. കടലാസിലെ ആശയം നല്ലതാണെങ്കിലും അത് പ്രായോഗികമായി വിജയിക്കുമോ എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഈ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടി വരും. കർഷക പങ്കാളിത്തം വെറും പേരിനു മാത്രമാകാതെ ശരിക്കും ഉറപ്പാക്കണം. ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനം വേണം. ഒരുപക്ഷേ പുറത്തുനിന്നുള്ള സ്വതന്ത്രമായ വിലയിരുത്തലുകൾ നടത്തുന്നത് നല്ലതായിരിക്കും. ആത്യന്തികമായി കർഷകരെ വായ്പയെ ആശ്രയിക്കുന്നൊരവസ്ഥയിൽ നിന്ന് മാറ്റി അവരുടെ വരുമാനം കൂട്ടി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നതായിരിക്കണം ഇതിന്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ PMDKY എന്നത് ഇന്ത്യൻ കാർഷിക മേഖലയെ, പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ സംയോജിത പദ്ധതിയാണ്. സാധ്യതകൾ ഒരുപാടുണ്ടെങ്കിലും നടപ്പാക്കുന്നതിലെ വെല്ലുവിളികൾ വലുതാണ്. അപ്പോൾ ഭരണനിർവഹണം, കാർഷിക നയം എന്നിവയൊക്കെ പഠിക്കുമ്പോൾ UPSC പഠിതാക്കളായ നിങ്ങൾക്ക് ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ സംയോജനവും താഴെത്തട്ടിലുള്ള ആസൂത്രണവും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ജില്ലാതലത്തിലെ പ്ലാനുകൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സാധാരണക്കാരനായ ഒരു ചെറുകിട കർഷകന്റെ ശബ്ദവും ആവശ്യങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ഇതിൽ പ്രതിഫലിക്കുന്നു എന്ന് എങ്ങനെ ഉറപ്പാക്കാൻ ഈ സംവിധാനത്തിന് കഴിയും? ഇത് വെറുമൊരു മറ്റൊരു പേരിൽ വരുന്ന മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചേൽപ്പിക്കുന്ന വേറൊരു പദ്ധതിയായി മാറാതിരിക്കാൻ എന്താണിതിലൊരു ഉറപ്പ്? അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വളരെ ശരിയാണ്. അത് വളരെ പ്രസക്തമായൊരു ചിന്തയാണ്. ശരി, അപ്പോൾ ഈ വിഷയത്തിലെ നമ്മുടെ ഇന്നത്തെ ചർച്ച നമുക്കിവിടെ നിർത്താം. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ജോലിസ്ഥലങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ. വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ഇൻ വർക്ക് പ്ലേസ്. അതെ, സുരക്ഷിത ഇടങ്ങളിലെ അതിക്രമം, നിയമവും നടപ്പാക്കലും എന്നൊരു ലേഖനം നമ്മൾ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത്. ഈ സ്കൂളുകള്, കോളേജുകള്, ഓഫീസുകള് ഇതൊക്കെ നമ്മൾ സുരക്ഷിതം എന്നാണ് കരുതുന്നത്. പക്ഷെ അവിടെ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതാണ് സത്യം. ശരിയാണ്. ഇത് സാമൂഹികമായിട്ടും ഭരണപരമായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വിഷയം സിവിൽ സർവീസ് പരീക്ഷകൾക്ക്, നിങ്ങൾ UPSCക്ക് തയ്യാറെടുക്കുന്നവർക്ക് എങ്ങനെ പ്രസക്തമാകുന്നുവെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അതെ. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ സാമൂഹിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, പിന്നെ ഇന്ത്യൻ പോളിറ്റി, ഈ പോഷ് നിയമം പോലുള്ള കാര്യങ്ങൾ, NCRB ഡാറ്റ അതൊക്കെ വരും. പിന്നെ കറണ്ട് അഫയേഴ്സിലും ഇത് വരാം. ശരി. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 1-ൽ സ്ത്രീകളുടെ പങ്ക്, സാമൂഹിക ശാക്തീകരണം ഇതിലൊക്കെ വരും. പേപ്പർ 2-ൽ ദുർബല വിഭാഗങ്ങൾക്കുള്ള പദ്ധതികൾ, നിയമങ്ങൾ, സ്ഥാപനങ്ങൾ, പിന്നെ ഭരണപരമായ വിഷയങ്ങൾ. അതുപോലെ GS പേപ്പർ 4 എത്തിക്സ് പേപ്പറിലും ഇത് വരും. ഭരണത്തിലെ ഉത്തരവാദിത്തം, നൈതിക വിഷയങ്ങൾ എന്ന ഭാഗത്ത്. ഓക്കെ, അപ്പോൾ UPSCക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഈ ലേഖനത്തിലെ ചില കാര്യങ്ങൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ഒഡീഷയിലെ സംഭവം, ഒരു വിദ്യാർത്ഥിനി അധ്യാപകനെതിരെ പരാതി കൊടുത്തിട്ട് നടപടിയില്ല. അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. അതെ, അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അത് ശരിക്കും ഈ സിസ്റ്റത്തിന്റെ ഒരു പരാജയം തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് ഈ പോഷ് നിയമം, അതായത് സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് 2013 അതിന്റെ പ്രാധാന്യം. ഈ നിയമമനുസരിച്ച് 10-ൽ കൂടുതൽ ജോലിക്കാരുള്ള ഏത് സ്ഥാപനത്തിലും, അത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും, ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി ICC നിർബന്ധമാണ്. പക്ഷെ ആ സംഭവം കാണിക്കുന്നത് ഈ ICC സംവിധാനം പരാജയപ്പെട്ടു എന്നതാണ്. അതായത് നിയമമുണ്ട്, പക്ഷേ നടപ്പാക്കുന്നില്ല, അല്ലെങ്കിൽ ആ സംവിധാനം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല.
2012 നിർഭയ സംഭവത്തിന് ശേഷമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിയമത്തിൽ. പക്ഷേ പ്രായോഗിക തലത്തിൽ അതാണ് ചോദ്യം. ശരിയാണ്. ഈ NCRBയുടെ കണക്കുകൾ തന്നെ നോക്കൂ. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2022 കണക്ക് പ്രകാരം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ 4% വർധനവ്. ഇത് റിപ്പോർട്ട് ചെയ്ത കേസുകളാണ്. അതെ, റിപ്പോർട്ട് ചെയ്യാത്ത കേസുകൾ എത്രയോ അധികമായിരിക്കും അല്ലേ? പലപ്പോഴും പേടികൊണ്ടോ നാണക്കേടോർത്തോ ആരും പുറത്തു പറയില്ല. അപ്പോൾ യഥാർത്ഥ കണക്ക് ഇതിലും ഭീകരമായിരിക്കും. തീർച്ചയായും. അപ്പോൾ ഈ പോഷ് നിയമം, ICC, NCRB ഇവയൊക്കെ പ്രിലിംസിന് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് എന്ന് പറയാം. അതെ, പോഷ് നിയമം തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം തടയാനും പരിഹാരം കാണാനുമുള്ളതാണ്. വിശാഖ ഗൈഡ് ലൈൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് വന്നത്. ICCയുടെ ഘടന ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. സ്ഥാപനത്തിലെ ഒരു സീനിയർ വനിത അധ്യക്ഷയായിരിക്കും, ജീവനക്കാരിൽ നിന്ന് 2 പേർ, പിന്നെ പുറത്തുനിന്ന് ഒരംഗം, സാമൂഹ്യ പ്രവർത്തകയോ നിയമവിദഗ്ധയോ ആകാം. ശരി. അവരുടെ ചുമതല പരാതി കിട്ടിയാൽ അത് രഹസ്യമായി അന്വേഷിച്ച് നടപടിക്ക് ശുപാർശ ചെയ്യുക എന്നതാണ്. പിന്നെ NCRB, അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴുള്ള ഏജൻസിയാണ്. ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു. ഓക്കെ. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ഈ നിയമവും നീതിയും തമ്മിലുള്ളൊരു അന്തരം ഇവിടെ കാണുന്നുണ്ടല്ലേ? തീർച്ചയായും. അതാണ് പ്രധാന പോയിന്റ്, ഈ ഇംപ്ലിമെന്റേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നിയമം പുരോഗമനപരമാണ്, പക്ഷേ അത് നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ച വരുന്നു. ഒഡീഷയിലെ സംഭവം അതാണ് കാണിക്കുന്നത്. സ്ഥാപനങ്ങളുടെ ഒരു നിസ്സംഗത, ഒരു ഉത്തരവാദിത്തമില്ലായ്മ. ഇതിന്റെ ഒരു ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ സാധ്യതകളും വെല്ലുവിളികളും എന്തൊക്കെയാണ്? പറയാം. സാധ്യതകൾ അഥവാ ശക്തി എന്ന് പറയുന്നത്, നമുക്ക് ശക്തമായ നിയമങ്ങളുണ്ട്. പോഷ് ആക്ട്, നിർഭയയ്ക്ക് ശേഷമുള്ള ഭേദഗതികളൊക്കെ. ISCC എന്നൊരു സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട്. നിയമങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും അവബോധം കൂടിയതുകൊണ്ട് റിപ്പോർട്ടിംഗിൽ ചെറിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പോസിറ്റീവായി കാണാം. പക്ഷേ വെല്ലുവിളികളാണ് കൂടുതൽ. ഏറ്റവും പ്രധാനം നടപ്പാക്കലിലെ പരാജയം തന്നെ. പലയിടത്തും ISCC ഇല്ല, അല്ലെങ്കിൽ നിർജീവമാണ്. പിന്നെ പരാതി കൊടുത്താൽ എന്തു സംഭവിക്കും എന്ന ഭയം, ഒറ്റപ്പെടുത്തുമോ എന്ന പേടി, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ശരിയാണ്. അതുപോലെ പലർക്കും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ശരിയായ ധാരണയില്ല. പരാതി അവഗണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പലപ്പോഴും നടപടിയൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഏറ്റവും മോശം അവസ്ഥ, സംരക്ഷകരാകേണ്ടവർ തന്നെ കുറ്റവാളികളാവുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം എന്താണ് ശരിക്കും വേണ്ടത്? ഒന്നാമതായി, നിയമങ്ങൾ കർശനമായി നടപ്പാക്കണം. ICCകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സർക്കാർ കൃത്യമായി ഓഡിറ്റ് ചെയ്യണം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം നൽകണം. ശിക്ഷ ഉറപ്പാക്കണം. പിന്നെ ഈ ലിംഗപരമായ സംവേദനക്ഷമത, ജെൻഡർ സെൻസിറ്റൈസേഷൻ, ഇത് വെറും പ്രഹസനമാക്കാതെ കാര്യക്ഷമമായി നടത്തണം. സ്കൂൾ തലം മുതൽ തന്നെ ലിംഗസമത്വത്തെക്കുറിച്ചും ബഹുമാനത്തെക്കുറിച്ചും പഠിപ്പിക്കണം. ഇതൊക്കെ നല്ല നിർദ്ദേശങ്ങളാണ്. പക്ഷെ വീണ്ടും ഈ നടപ്പാക്കലിലെ പ്രശ്നം വരുമോ? വരാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയമത്തിനൊപ്പം സാമൂഹികമായൊരു മാറ്റം കൂടി വരണം. നിരന്തരമായ പൊതു ചർച്ചകൾ വേണം. മാധ്യമങ്ങൾ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കണം. സ്ഥാപനങ്ങൾ സ്വയം അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ശരിയാണ്. ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്തി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. ഓക്കെ. പോകുന്നതിന് മുൻപ് ഒരു കാര്യം മാത്രം, ഒരു ചിന്തയായിട്ട് നിങ്ങൾ എടുക്കണം. ഈ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത്, പക്ഷെ നമ്മുടെ സ്ഥാപനങ്ങളെ, നമ്മുടെ സമൂഹത്തെ സ്ത്രീകൾക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനും ജീവിക്കാനും കഴിയുന്ന ശരിക്കും സുരക്ഷിതമായ ഇടങ്ങളാക്കാൻ നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിപരമായി കൂട്ടായി എന്ത് ചെയ്യാൻ കഴിയും? ഇതൊന്നാലോചിക്കുന്നത് നല്ലതാണ്. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അടുത്ത് ഡൽഹിയിലുണ്ടായ ഒരു ഭൂകമ്പം. അത് നമ്മളെല്ലാം ഒന്ന് ചിന്തിപ്പിച്ച വിഷയമാണ്. അതെ, 2025 ജൂലൈ 10 ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരുന്നു. ശരിയാണ്. അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പങ്കുവച്ച ഈ ലേഖനങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ഭൂകമ്പ സാധ്യതയും പ്രതിരോധവും എന്ന വിഷയമാണ്. ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായും. തുടങ്ങുന്നതിന് മുൻപ് ഈ വിഷയത്തിന് UPSC പരീക്ഷയിലുള്ള പ്രാധാന്യം അതും കൂടെ ഒന്ന് പറയാമല്ലേ? അത് നല്ലതാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ ഭൂമിശാസ്ത്രം, പിന്നെ ദുരന്ത നിവാരണം, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിലൊക്കെ ചോദ്യങ്ങൾ വരാം. മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 1, അതിൽ ഭൗതിക ഭൂമിശാസ്ത്രം, ഭൂകമ്പങ്ങൾ എന്ന ഭാഗത്തും,
പിന്നെ GS പേപ്പർ 3ൽ ദുരന്ത നിവാരണം എന്ന ഭാഗത്തും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. 2 പേപ്പറിലും ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പോ ലേഖനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ അതിലേക്ക് കടക്കാം. ഡൽഹി സോൺ 4ലാണ് എന്നുള്ളത് അത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണല്ലേ? അതെ, താരതമ്യേന ഉയർന്ന അപകടസാധ്യതയുള്ള മേഖലയാണ് സോൺ 4. അവിടുത്തെ ഒരു 80% കെട്ടിടങ്ങള്, പ്രത്യേകിച്ച് 2000-ന് മുൻപ് പണിതവ, അവയൊന്നും ഭൂകമ്പ പ്രതിരോധ ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്നും പറയുന്നു. അതെന്തങ്ങനെ? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു കാരണം ഡൽഹിയിലെ ആ അനിയന്ത്രിതമായ നഗരവൽക്കരണം, ആ പഴയ കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ, നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കാത്തത്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഓക്കെ. അതോടൊപ്പം ഈ ലിക്വിഫാക്ഷൻ സാധ്യതയുള്ള, അതായത് ഉറപ്പ് കുറഞ്ഞ മണ്ണിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതും ഭീഷണി കൂട്ടുന്നു. ഈ നാഷണൽ സെന്റർ ഫോർ സൈസ്മോളജി NCS അവരുടെ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. NCS പോലുള്ള സംവിധാനങ്ങൾ നന്നായി നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യ ക്വയ്ക്ക് ആപ്പ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ നിയമങ്ങൾ നടപ്പാക്കുന്നതിലും ഒരു പൊതുവായ ബോധവൽക്കരണത്തിലും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടു പോകാനുണ്ട്. ശരിയാണ്. അപ്പോ ഈ അപകടസാധ്യതയൊക്കെ മനസ്സിലാക്കാൻ ചില അടിസ്ഥാന കാര്യങ്ങൾ, കോർ കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കുന്നത് പ്രിലിംസിന് നല്ലതായിരിക്കും. എന്താണ് ഈ ടെക്ടോണിക് പ്ലേറ്റുകൾ? ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം പല വലിയ ഫലകങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഫലകങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. ഓക്കെ. ഈ ചലനമാണ് പ്രധാനമായും ഭൂകമ്പങ്ങൾക്ക് കാരണം. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ ഫലകം, അത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകവുമായി കൂട്ടിയിടിക്കുന്നുണ്ട്. ഈ ഇടിയാണ് ഹിമാലയത്തിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ? അതെ. അതുകൊണ്ടാണ് ഹിമാലയൻ മേഖല, പിന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളൊക്കെ ഏറ്റവും അപകട സാധ്യതയുള്ള സോൺ 5ൽ വരുന്നത്. അപ്പൊ ഡൽഹി സോൺ 4ലും? അതെ, ഡൽഹി സോൺ 4ൽ. പിന്നെ സോൺ 2, 3 ഒക്കെ താരതമ്യേന അപകട സാധ്യത കുറഞ്ഞ സ്ഥലങ്ങളാണ്. ഈ തീവ്രത അളക്കാനാണ് നമ്മൾ റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞ ലിക്വിഫാക്ഷൻ, അതുപോലെ റിട്രോഫിറ്റിംഗ്, ഈ വാക്കുകളൊന്ന് വിശദീകരിക്കാമോ? ലിക്വിഫാക്ഷൻ എന്നു പറഞ്ഞാൽ ഭൂകമ്പമുണ്ടാകുമ്പോൾ ചിലതരം മണ്ണ്, പ്രത്യേകിച്ചും വെള്ളം കലർന്ന മണൽ പോലെയുള്ളത്, അതിന്റെ ബലം നഷ്ടപ്പെട്ട് ഒരു ദ്രാവകം പോലെയാകും. ശരി. അപ്പോൾ കെട്ടിടങ്ങളുടെ അടിത്തറയ്ക്ക് ബലക്ഷയം സംഭവിക്കാം, കെട്ടിടങ്ങൾ താഴാനോ ചെറിയാനോ ഒക്കെ സാധ്യതയുണ്ട്. റിട്രോഫിറ്റിംഗോ? റിട്രോഫിറ്റിംഗ് എന്ന് വെച്ചാൽ നിലവിലുള്ള പഴയ കെട്ടിടങ്ങളില്ലേ, അവയെ ഭൂകമ്പത്തെ അതിജീവിക്കാൻ പാകത്തിന് ശാസ്ത്രീയമായി ബലപ്പെടുത്തുന്നതിനെയാണ് റിട്രോഫിറ്റിംഗ് എന്ന് പറയുന്നത്. പുതിയ കെട്ടിടങ്ങൾ നിയമമനുസരിച്ച് പണിയുന്നത് പോലെ തന്നെ പ്രധാനമാണ് പഴയവയെ സുരക്ഷിതമാക്കുന്നത്. മനസ്സിലായി. അപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ എവിടെയാണ്? ഇത് വെറുമൊരു ഭൂമിശാസ്ത്ര പ്രശ്നം മാത്രമല്ലല്ലോ. അല്ല. ഇതൊരു വലിയ ഭരണപരവും സാമൂഹികവും വികസനപരവുമായ വെല്ലുവിളിയാണ്. അതെ. ലേഖനങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ അറിവിന്റെയോ അല്ലെങ്കിൽ IS 1893.2016 പോലുള്ള നല്ല കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെയോ കുറവല്ല പ്രശ്നം. പിന്നെന്താണ്? ആ നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ വലിയൊരു വിടവ്, ഒരു എൻഫോഴ്സ്മെന്റ് ഗ്യാപ്പ് അവിടെയുണ്ട്. അത് ഗുരുതരമാണല്ലോ. തീർച്ചയായും. ആസൂത്രണമില്ലാത്ത നഗരവൽക്കരണം, നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ ഒരു അലംഭാവം, പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തത്, ചിലപ്പോൾ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ കുറവ്, ഇതൊക്കെ കാരണങ്ങളാണ്. പക്ഷേ നമുക്ക് ശക്തികളുമില്ലേ? NCS, NDMA, NDRF ഒക്കെ ഉണ്ട്. അത് നമ്മുടെ വലിയൊരു ശക്തിയാണ്. NCS പോലെ ശാസ്ത്രീയമായി നിരീക്ഷിക്കാനും പഠിക്കാനുമുള്ള സംവിധാനങ്ങളുണ്ട്. NDMA, അതായത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, പിന്നെ NDRF, നമ്മുടെ ദുരന്ത നിവാരണ സേന, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. അവരുടെ പ്രവർത്തനം മികച്ചതാണ്. അപ്പോ ഈ വിടവ് നികത്താൻ മുന്നോട്ടു പോകാൻ എന്താണ് ഈ ലേഖനങ്ങൾ നിർദ്ദേശിക്കുന്നത്? പ്രായോഗികമായി എന്ത് ചെയ്യാം? ഏറ്റവും പ്രധാനം കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കർശനമായി നടപ്പാക്കുക എന്നത് തന്നെ. അതിൽ വിട്ടുവീഴ്ച പാടില്ല. ശരി. പിന്നെ പഴയ കെട്ടിടങ്ങൾ ബലപ്പെടുത്താൻ, അതായത് റിട്രോഫിറ്റിങ്ങിന് വ്യക്തമായ നയങ്ങൾ വേണം. സാമ്പത്തിക സഹായമടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. ബോധവൽക്കരണമോ? അത് വളരെ പ്രധാനമാണ്. സ്കൂൾ തലം മുതൽ ആളുകളിലേക്ക് ഇതിന്റെ ഗൗരവം എത്തിക്കണം. പുതിയ നിർമ്മാണങ്ങൾക്ക് അനുമതി കൊടുക്കുമ്പോൾ ഭൂകമ്പ സാധ്യത ഒരു പ്രധാന ഘടകമായി പരിഗണിക്കണം. പിന്നെ നമ്മുടെ NDRF പോലുള്ള സേനകളെ കൂടുതൽ ശക്തിപ്പെടുത്തണം, സജ്ജമാക്കണം. ഇതൊരു കൂട്ടായ ശ്രമം വേണ്ട കാര്യമാണ്. ശരിയാണ്. അപ്പോ ഇന്ത്യയിലെ ഭൂകമ്പ സാധ്യതകളും
അതിന് നേരിടാനുള്ള വെല്ലുവിളികളും അതേസമയം നമുക്കുള്ള ശക്തിയും അവസരങ്ങളുമൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉം. അറിവും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതും തമ്മിലുള്ള ആ ഒരു അകലം അത് നമ്മുടെയെല്ലാം സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. അതെ, ആ വിടവ് നികത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപകടമറിയാം, പക്ഷേ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം മുന്നോട്ട് വെക്കാം. ഓക്കേ. ഈ വ്യക്തിഗത തലത്തിലുള്ള ഒരു അവബോധം അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പ് അതെങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ കൂട്ടായ സുരക്ഷയ്ക്ക് സഹായകമാകുന്നത്? അതൊന്ന് ആലോചിച്ചു നോക്കൂ. നല്ല ചോദ്യമാണ്. ശരി, അപ്പോൾ ഈ വിഷയം നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാമല്ലേ? തീർച്ചയായും. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ചർച്ച ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു സുരക്ഷാ പങ്കാളിത്തമുണ്ടല്ലോ, അതാണ്. അതെ. പ്രത്യേകിച്ച് അത് ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന്. നമുക്ക് കിട്ടിയ ഒരു ലേഖനം വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിയാണ്. അപ്പോ ഈ ബന്ധം കുറച്ച് സങ്കീർണമാണ്. ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് കാഴ്ചപ്പാടിൽ ഇതിനെന്ന് പ്രസക്തിയുണ്ടെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ UPSC പരീക്ഷ എഴുതുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പ്രിലിംസിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, സുരക്ഷ, മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2 ഇന്ത്യയും അയൽരാജ്യങ്ങളും, പിന്നെ GS പേപ്പർ 3യിലെ സുരക്ഷാ വെല്ലുവിളികൾ, ഇതിലൊക്കെ വരും. തീർച്ചയായും. ഒരു പ്രധാന ആശങ്കയുണ്ടല്ലോ, ഇന്ത്യക്ക് ഒരേ സമയം പാകിസ്ഥാനെയും ചൈനയെയും നേരിടേണ്ടി വരുമോ എന്നുള്ളത്. ആ ടു ഫ്രണ്ട് വാർ എന്ന ആശയം. അതെ. ഓക്കെ, നമുക്കിത് കുറച്ചുകൂടെ എന്താ പറയാ വിശദമായിട്ട് നോക്കാം. ശരി. അപ്പൊ ഈ ലേഖനത്തിൽ പറയുന്നൊരു പ്രധാന കാര്യം ഈ ചൈന-പാക് സുരക്ഷാ ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് ഇന്ത്യക്ക് ശരിക്കും വലിയ വെല്ലുവിളിയാണ് എന്നതാണ്. ശരിയാണ്. ചൈന പാകിസ്ഥാൻ ഒരുപാട് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡ്രോണുകള്, മിസൈൽ സംവിധാനങ്ങൾ, പിന്നെ നാവിക പ്ലാറ്റ്ഫോമുകൾ വരെ. ആയുധ കൈമാറ്റം വളരെ വലുതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം പാകിസ്ഥാൻ ചൈനയുടെ ബെയ്ഡോ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അതെ. അപ്പോൾ പാകിസ്ഥാൻ മിസൈലുകൾക്ക് കൂടുതൽ കൃത്യത കിട്ടുമെന്ന് മാത്രമല്ല, ചൈനീസ് സിസ്റ്റങ്ങളുമായിട്ട് കൂടുതൽ ഒരു ഇന്റഗ്രേഷൻ സാധ്യമാവുന്നു. അതെ, പ്രവർത്തനക്ഷമത കൂടും. അതുപോലെ ഐക്യരാഷ്ട്രസഭയിലൊക്കെ പാകിസ്ഥാൻ ഒരു ഡിപ്ലോമാറ്റിക് കവർ കൊടുക്കാനും ചൈന ശ്രമിക്കുന്നുണ്ട്. ശരിയാണ്. പക്ഷേ ഈ ബന്ധത്തെ നമ്മൾ കേവലം ഒരു രണ്ട് മുന്നണി യുദ്ധഭീഷണിയായി മാത്രം കാണുന്നതൊരു ലളിതവൽക്കരണമാവില്ലേ? അതാണ് ലേഖനം മുന്നോട്ട് വെക്കുന്ന പ്രധാന ആശയം. അതായത് അതൊരു സിമ്പിൾ ടു ഫ്രണ്ട് വാർ സിനാരിയോ അല്ല. ഓക്കെ. പകരം ചൈനയുടെ ഈ സഹായം കൊണ്ട് പാകിസ്ഥാൻ കൂടുതൽ ശക്തി നേടുന്നു. അങ്ങനെ ഇന്ത്യയ്ക്കൊരു ബലപ്പെടുത്തിയ ഒറ്റമുന്നണി യുദ്ധം, അതായത് റീഇൻഫോഴ്സ്ഡ് വൺ ഫ്രണ്ട് വാർ എന്നൊരു സാധ്യതയാണ് ഉണ്ടാകുന്നത്. ബലപ്പെടുത്തിയ ഒറ്റമുന്നണി യുദ്ധം അതെങ്ങനെയാണ്? അതായത് ചൈന ചിലപ്പം നേരിട്ട് പൂർണ്ണമായി യുദ്ധത്തിലിറങ്ങില്ല, പക്ഷേ അവരുടെ ടെക്നോളജി, ആയുധങ്ങളൊക്കെ വെച്ച് പാകിസ്ഥാനെ കൂടുതൽ അപകടകാരിയായ ഒരു എതിരാളിയാക്കി മാറ്റുന്നു. ഇത് നമ്മൾ സാധാരണ പറയുന്ന ആ ടു ഫ്രണ്ട് വാർ എന്ന ചിന്തയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ചൈനയുടെ പങ്ക് കുറച്ചുകൂടി പരോക്ഷമാണ്, എന്നാൽ വളരെ നിർണായകവുമാണ്. ഓക്കെ, ആ വേർതിരിവ് പ്രധാനമാണ്. എന്നാൽ ലേഖനം തന്നെ പറയുന്നുണ്ടല്ലോ, ഈ സഹകരണത്തെ മൊത്തത്തിലൊരു ഒരു ഏകീകൃത യുദ്ധമുന്നണിയായി കാണുന്നത് ശരിയല്ല, ഒരു അതിശയോക്തിയാണെന്ന്. അതെ, അതിശയോക്തിയാവാമെന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. പ്രധാനമായും ഇന്ത്യയോടുള്ള ചൈനയുടെയും പാകിസ്ഥാന്റെയും തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ഒന്നല്ല എന്നതാണ്. ശരിയാണ്. പാകിസ്ഥാന് ഇന്ത്യ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നം പോലെയാണ്. പക്ഷേ ചൈനയുടെ കാര്യം അങ്ങനെയല്ല. ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക എതിരാളിയാണ്, ശരി തന്നെ. പക്ഷേ ചൈനയുടെ പ്രധാന ആഗോള ശ്രദ്ധ അത് അമേരിക്കയിലാണ്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഇവർ ഒരുമിച്ച് സൈനികാഭ്യാസങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഈ നാറ്റോ പോലെയുള്ള സഖ്യങ്ങളിൽ കാണുന്നത്ര ആഴത്തിലുള്ള ഒരു സൈനിക സംയോജനം, അതായത് മിലിറ്ററി ഇന്റഗ്രേഷൻ. അതെ, പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള കഴിവ്. അതെ, കഴിവ് അത് ഇവർ തമ്മിൽ ഇപ്പോഴും അത്രയ്ക്കങ്ങോട്ട് എത്തിയിട്ടില്ല എന്നും ലേഖനം പറയുന്നുണ്ട്. ശരി. അപ്പൊ അവരുടെ ലക്ഷ്യങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ കൂടി പാകിസ്ഥാനി കിട്ടുന്ന ആധുനിക ആയുധങ്ങള് നമ്മുടെ അതിർത്തിയിലെ സൈനിക തയ്യാറെടുപ്പുകളെ എങ്ങനെ ബാധിക്കും? മെയിൻസ് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ ബലപ്പെടുത്തിയ ഒറ്റ മുന്നണി എന്ന ആശങ്കയ്ക്ക് കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വലിയ തോതിലുള്ള ആയുധങ്ങൾ, ബെയ്ഡു പോലുള്ള സാങ്കേതികവിദ്യ, നയതന്ത്ര പിന്തുണ, സംയുക്ത അഭ്യാസങ്ങൾ, ഇതൊക്കെ
പാകിസ്ഥാന്റെ ശേഷി കൂട്ടുന്നുണ്ട്. ഉം. പക്ഷേ ഇതിനെ ഒരു പൂർണ്ണ സൈനിക സഖ്യമായി കാണാൻ പറ്റാത്തതിന്റെ കാരണങ്ങളും നമ്മൾ ഓർക്കണം. ആ വ്യത്യസ്ത താൽപ്പര്യങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് ഇന്ത്യയുമായി ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നത് ചൈനയ്ക്കും വലിയ നഷ്ടമുണ്ടാക്കും. തീർച്ചയായും. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയുമെല്ലാം ആണവശേഷിയുള്ള രാജ്യങ്ങളാണ്. അപ്പോ കാര്യങ്ങൾ വഷളാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ആയുധം വിൽക്കുന്നു എന്നത് എപ്പോഴും ഒരു സമ്പൂർണ്ണ സൈനിക ഉടമ്പടിക്ക് തുല്യമാകണമെന്നില്ല. അപ്പോ ഈ സാഹചര്യം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി സൂക്ഷ്മമായ ഒരു വിലയിരുത്തലാണ് ആവശ്യപ്പെടുന്നത്, അല്ലേ? ഭീഷണിയെ തീരെ ചെറുതായി കാണാനും പറ്റില്ല, എന്നാൽ ഓവർ സിംപ്ലിഫൈ ചെയ്യാനും പാടില്ല. അതെ, ഇതിനർത്ഥം ഇന്ത്യക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായ തന്ത്രങ്ങൾ വേണമെന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതെ. ലേഖനം പറയുന്നതും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. ഇന്ത്യയുടെ പ്രതികരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ പറ്റുന്ന ഒരു സൈനിക നിലപാട്, ഒരു ഫ്ലെക്സിബിൾ മിലിറ്ററി പോസ്ചർ വേണം. ശരി. 2, നയതന്ത്ര സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക. ചൈനയുമായി സംസാരിക്കാനുള്ള വഴികൾ തുറന്നിടുന്നത് ഒരുപക്ഷെ സംഘർഷ സാധ്യത കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ഓക്കെ. മൂന്നാമതായി, അസിമെട്രിക് കേപ്പബിലിറ്റീസ്, അതായത് സാങ്കേതികവിദ്യ, ഇന്റലിജൻസ്, സൈബർ സുരക്ഷ പോലുള്ള മേഖലകളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് മുൻതൂക്കം നേടാൻ ശ്രമിക്കണം. ശരി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു അനാവശ്യ ഭയം വേണ്ട. യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണണം. ഇതിനെ ആ വലിയ ചിത്രത്തിൽ വെച്ച് നോക്കിയാൽ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത് ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചുള്ളൊരു ഭീമാകാരമായ സൈന്യത്തെ നേരിടുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ചൈനയുടെ സഹായത്തോടെ കൂടുതൽ ശക്തിയാർജിച്ചൊരു പാകിസ്ഥാനെ തന്ത്രപരമായി എങ്ങനെ നേരിടാമെന്നതാണ് പ്രധാനം. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ചൈന-പാകിസ്ഥാൻ ബന്ധം ഒരു യാഥാർത്ഥ്യമാണ്. അത് വളർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ തന്നെ സങ്കീർണതകളും പരിമിതികളുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രതികരണം കുറച്ചുകൂടി സൂക്ഷ്മമായിരിക്കണം, സാഹചര്യത്തിനനുസരിച്ച് മാറുന്നതായിരിക്കണം. തീർച്ചയായും. ഇവിടെ ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ യുദ്ധമുറകൾ, ഓട്ടോണമസ് വെപ്പൺ സിസ്റ്റംസ്, ഇതുപോലുള്ള പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അത് ഈ ചൈന പാക് ഡൈനാമിക്സിനെയും അതിനോടുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെയും ഇനി എങ്ങനെ മാറ്റും? അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമാക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. അതെ, അത് നമ്മൾ തുടർച്ചയായി നിരീക്ഷിക്കേണ്ട, വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ശരിയാണ്. എന്തായാലും നമുക്ക് അടുത്തതായി ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തനത്തെക്കുറിച്ചാണ് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യാസ് എനർജി ട്രാൻസിഷൻ. കയ്യിലുള്ള ചില റിപ്പോർട്ടുകളും ലേഖനങ്ങളും ഒക്കെ വെച്ചിട്ട് ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് പാരമ്പര്യേതര ഊർജ്ജത്തിലേക്കുള്ള യാത്ര എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? തീർച്ചയായും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ UPSC പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുകയാണെങ്കിൽ. ശരിയാണ്. പ്രിലിംസിന് നോക്കുവാണെങ്കിൽ പരിസ്ഥിതി, പിന്നെ നമ്മുടെ സമ്പദ്വ്യവസ്ഥ, ശാസ്ത്ര സാങ്കേതികം, ഇതിലൊക്കെ വരും. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 3ൽ ഊർജം, അടിസ്ഥാന സൗകര്യം, പരിസ്ഥിതി സംരക്ഷണം, ഈ ഭാഗങ്ങളിലൊക്കെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊള്ളാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും പുതിയൊരു വാർത്ത അല്ലെങ്കിൽ ഒരു നേട്ടമെന്ന് പറയുന്നത് ഫോസിൽ ഇതര സ്രോതസ്സുകളിൽ നിന്ന് 50% സ്ഥാപിത വൈദ്യുത ശേഷി, അതായത് ഇൻസ്റ്റോൾഡ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിച്ചു എന്നതാണ്. അതെ. അതും പാരീസ് ഉടമ്പടി പ്രകാരമുള്ള ആ ഒരു സമയപരിധിയില്ലേ, അതിന് 5 വർഷം മുൻപ് തന്നെ. ഇത് കേൾക്കുമ്പോൾ വലിയൊരു നേട്ടമായിട്ട് തോന്നുന്നുണ്ടല്ലേ? ആണ്. ഒറ്റനോട്ടത്തിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്, സംശയമില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കണം. ഈ സ്ഥാപിത ശേഷിയെന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന വൈദ്യുതിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഓഹോ. അതെ. ഈ 50% സ്ഥാപിത ശേഷി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന വൈദ്യുതിയുടെ കണക്കെടുത്താൽ ഈ പാരമ്പര്യേതര ഊർജത്തിന്റെ പങ്ക് ഏതാണ്ട് ഒരു 28% വരുന്നുള്ളൂ. ആണോ? 50%-ൽ നിന്ന് 28%-ലേക്ക്. അതെന്താണത്ര വലിയൊരു വ്യത്യാസം വരാൻ കാരണം? അതിന് പ്രധാന കാരണം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഫാക്ടർ, അല്ലെങ്കിൽ CUF എന്ന് പറയുന്ന ഒരു സംഭവമാണ്. CUF, അതൊന്ന് വിശദമാക്കാമോ കേൾക്കുന്നവർക്ക് വേണ്ടി? പറയാം. അതായത് ഒരു പവർ പ്ലാന്റിന് അതിന്റെ മുഴുവൻ ശേഷിയുടെ എത്ര ശതമാനം വൈദ്യുതി യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒരു നിശ്ചിത സമയത്ത് കഴിയുന്നു എന്നതിന്റെ അളവാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് സോളാർ പ്ലാന്റ്. അതിന് സൂര്യപ്രകാശം ഉള്ളപ്പം മാത്രമേ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ അതിന്റെ CUF എന്ന് പറയുന്നത് ശരാശരി ഒരു 20% ഒക്കെയാണ്. ശരി.
കാറ്റാടിപ്പാടങ്ങളാണെങ്കിൽ കാറ്റ് നല്ലപോലെ ഉള്ളപ്പോൾ മാത്രം ഒരു 25-30% വരും അതിന്റെ CUF. എന്നാൽ കൽക്കരി നിലയങ്ങൾ അങ്ങനെയല്ല. അവയ്ക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കാൻ കഴിയും ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ അതിന്റെ CUF ഒരു 60%-മോ അതിൽ കൂടുതലോ ഉണ്ടാവാം. ഓക്കേ. അപ്പോൾ ഈ സ്ഥാപിത ശേഷി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ പ്ലാന്റിന്റെ പരമാവധി കഴിവാണ്. പക്ഷേ യഥാർത്ഥ ഉൽപ്പാദനം, ആക്ച്വൽ ജനറേഷൻ, കാലാവസ്ഥയൊക്കെ ആശ്രയിച്ചിരിക്കും അല്ലേ? ഈ സോളാറിനും കാറ്റിനുമൊക്കെ. അതെ, അതാണ് വ്യത്യാസം. അപ്പോൾ ഈ CUF കുറവായതുകൊണ്ടാണ് 50% സ്ഥാപിത ശേഷിയുണ്ടെങ്കിലും യഥാർത്ഥ ഉൽപ്പാദനത്തിൽ പാരമ്പര്യേതര ഊർജ്ജത്തിന്റെ പങ്ക് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് 24 മണിക്കൂറും ഒരു മിനിമം വൈദ്യുതി ആവശ്യമുണ്ടല്ലോ, ഈ ബേസ് ലോഡ് എന്ന് പറയുന്നത്. അത് നിറവേറ്റാൻ ഇപ്പോഴും നമ്മൾ അതാണ് അടുത്ത പോയിന്റ്. രാജ്യത്തിന്റെ അടിസ്ഥാന ഊർജ്ജ ആവശ്യം, അതായത് ബേസ് ലോഡ് ഡിമാൻഡ്, അതിന്റെ ഏകദേശം 75%-വും ഇപ്പോഴും നിറവേറ്റുന്നത് കൽക്കരി നിലയങ്ങളാണ്. 75%? അതെ. പാരമ്പര്യേതര ഊർജ്ജം, അതായത് ഈ സോളാറും കാറ്റുമൊക്കെ പ്രധാനമായിട്ടും ദിവസത്തിലെ കൂടിയ ആവശ്യം വരുമല്ലോ, പീക്ക് ലോഡ്, അത് നേരിടാനാണ് കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ പാരീസ് ഉടമ്പടി പ്രകാരമുള്ള ആ ലക്ഷ്യങ്ങൾ, NDCs എന്ന് പറയില്ലേ, നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ്. അതെ, NDCs. ആ ലക്ഷ്യം നമ്മൾ കടലാസിൽ നേടിയെങ്കിലും പ്രായോഗിക തലത്തിൽ കൽക്കരിയെ ഒഴിവാക്കാൻ ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. ശരിയാണ്. മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഈ 50% എന്ന നേട്ടം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ കൂട്ടിയിട്ടുണ്ട് കാലാവസ്ഥാ നടപടികളുടെ കാര്യത്തിൽ. എന്നാൽ ഈ സ്ഥാപിത ശേഷിയും യഥാർത്ഥ ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം ശരിക്കും ഈ ഊർജ്ജ പരിവർത്തനത്തിലെ പ്രായോഗിക വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രധാന വെല്ലുവിളികൾ? ഒന്നാമത്തേത്, നമ്മൾ ഈ പറഞ്ഞ പോലെ പാരമ്പര്യേതര ഊർജ്ജത്തിന്റെ ലഭ്യതയിലുള്ള സ്ഥിരതയില്ലായ്മ, ഇന്റർമിറ്റൻസി എന്ന് പറയും. വെയിലും കാറ്റുമൊന്നും എപ്പോഴും ഒരുപോലെ കിട്ടില്ലല്ലോ. ശരിയാണ്. ഇത് കാരണം ഗ്രിഡിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്, ഗ്രിഡ് സ്റ്റെബിലിറ്റി. രണ്ടാമതായി ഈ ഊർജ്ജം, അതായത് വെയിലും കാറ്റും ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാനായി സംഭരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ബാറ്ററികൾ, അവയ്ക്ക് ഭയങ്കര വിലയാണ്. പിന്നെ സാങ്കേതിക വിദ്യ ഇനിയും മെച്ചപ്പെടാനുമുണ്ട്. ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ആൻഡ് അഫോർഡബിൾ സ്റ്റോറേജ് സൊല്യൂഷൻസ്. ഈ ബാറ്ററി സ്റ്റോറേജ് ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലേ എല്ലായിടത്തും. വേറെന്തെങ്കിലും? പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഇപ്പോഴും കൽക്കരിയെ വലിയ തോതിൽ ആശ്രയിക്കേണ്ടി വരുന്നത്, കണ്ടിന്യൂഡ് കോൾ ഡിപ്പെൻഡൻസ്. അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അതുപോലെ ഈ വലിയ സോളാർ പാർക്കുകൾക്കും കാറ്റാടി ഫാമുകൾക്കും ഒരുപാട് സ്ഥലം വേണം, ലാൻഡ് റിക്വയർമെന്റ്. അത് ഭൂമിയുടെ ലഭ്യത, വില, സാമൂഹിക പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ ബാധിക്കാം. അപ്പോൾ ഇത്രയും വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഇതിനെ മറികടന്ന് ഈ ഊർജ്ജ പരിവർത്തനം വിജയകരമാക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് മുന്നോട്ടുള്ള വഴി? നോക്കൂ, സ്ഥാപിത ശേഷി കൂട്ടുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഉപയോഗം, അതായത് യഥാർത്ഥ ഉൽപ്പാദനം കൂട്ടുന്നതിലാണ് ഇനി ശ്രദ്ധ കൂടുതൽ വേണ്ടത്. എങ്ങനെ? 1. ഊർജ്ജ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുക. ഇൻവെസ്റ്റ് ഇൻ സ്റ്റോറേജ്. സർക്കാർ ബാറ്ററി നിർമ്മാണത്തിന് PLI സ്കീമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. 2. ഗ്രിഡ് നവീകരിക്കണം. മോഡേണൈസ് ദ ഗ്രിഡ്. സ്മാർട്ട് ഗ്രിഡുകളൊക്കെ കൊണ്ടുവരണം. എന്നാലേ ഈ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റൂ. ശരി. പിന്നെ സോളാർ, കാറ്റ്, സ്റ്റോറേജ്, ഇത് മൂന്നും ഒരുമിച്ച് ചേർക്കുന്ന ഹൈബ്രിഡ് പ്രോജക്ട്സ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. അത് കുറച്ചുകൂടി സ്ഥിരത നൽകും. നയപരമായ മാറ്റങ്ങളും ആവശ്യമായി വരുമല്ലോ. തീർച്ചയായും. പോളിസി തലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഉദാഹരണത്തിന്, ദിവസത്തിലെ ഓരോ സമയത്തും വൈദ്യുതിക്ക് വ്യത്യസ്ത വില ഈടാക്കുന്നത്, ടൈം ഓഫ് ഡേ ടാരിഫ് പോലുള്ള കാര്യങ്ങൾ ഡിമാൻഡ് നിയന്ത്രിക്കാൻ സഹായിക്കും. അതോടൊപ്പം കൽക്കരിയുടെ ഉപയോഗം ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ല. അപ്പോൾ അത് ഘട്ടം ഘട്ടമായി എങ്ങനെ കുറയ്ക്കാം എന്നതിന് കൃത്യമായ ഒരു പ്ലാൻ വേണം. എ ഫേസ്ഡ് ട്രാൻസിഷൻ. കൂടുതൽ കാര്യക്ഷമമായ കൽക്കരി പ്ലാന്റുകളും ഒരു പക്ഷേ ഇടക്കാലത്തേക്ക് ആവശ്യമായി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയുടെ ഊർജ്ജ പരിവർത്തന യാത്രയിൽ നമ്മളൊരു നാഴികക്കല്ല് പിന്നിട്ടെങ്കിലും യഥാർത്ഥ ലക്ഷ്യത്തിലെത്താൻ ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ നേരിടാനുമുണ്ട്. അതെ, കൃത്യമാണ്. ഈ വിശകലനത്തിൽ നിന്ന് ഒരു ചിന്ത നിങ്ങൾക്കായി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ഈ ഊർജ്ജ മാറ്റത്തിന്റെ വേഗതയെ നിർണ്ണയിക്കാൻ പോകുന്നത് സാങ്കേതിക വിദ്യയുടെ, ടെക്നോളജിയുടെ മുന്നേറ്റം മാത്രമായിരിക്കുമോ? അതോ സർക്കാരുകളുടെയും സ്ഥാപനങ്ങളുടെയും നയപരമായ തീരുമാനങ്ങൾക്കും അതിൽ വലിയ പങ്കുണ്ടാവുമോ? എന്തായിരിക്കും കൂടുതൽ നിർണായകം? അതൊരു നല്ല ചോദ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ചിന്തിക്കാം.
ഈ ചർച്ച നമുക്കിവിടെ നിർത്താം. അടുത്തതായി നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ദി ഹിന്ദു ദിനപത്രത്തിൽ വന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ ഏറ്റവും ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് വംശഹത്യ എന്ന കുറ്റകൃത്യം, അതിന്റെ ചരിത്ര പശ്ചാത്തലവും ഇന്നത്തെ കാലത്തെ പ്രസക്തിയും എന്ന വിഷയമാണ്. അതെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലേഖനത്തിലെ പ്രധാന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശരി. ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം എന്താണ് വംശഹത്യ, അതിന്റെ നിയമപരമായ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇതിപ്പോഴും ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമായി തുടരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക എന്നതാണ്. പ്രത്യേകിച്ച് UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ പ്രസക്തമാകുന്നു എന്നും നമുക്ക് നോക്കാമല്ലേ? തീർച്ചയായും. UPSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. എങ്ങനെയാണത് പ്രിലിംസിനും മെയിൻസിനുമൊക്കെ വരുന്നത്? പ്രിലിംസ് തലത്തിൽ നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. അതായത് ഈ വംശഹത്യ ഉടമ്പടി, റോം സ്റ്റാറ്റ്യൂട്ട്, പിന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അഥവാ ICC. ഓക്കെ. പിന്നെ ഐക്യരാഷ്ട്രസഭ, അതിന്റെ ഘടകങ്ങൾ, ഇപ്പോഴത്തെ ലോക സംഭവങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെട്ട് കൊടുക്കുന്നു. ശരി. അപ്പോ മെയിൻ പരീക്ഷയുടെ കാര്യമോ? അവിടെ എവിടെയാണ് ഇത് വരുന്നത്? മെയിൻസിലേക്ക് വരുമ്പോൾ GS പേപ്പർ 1ലെ ലോക ചരിത്രത്തിൽ ഇത് തീർച്ചയായും വരാം. ലോകമഹായുദ്ധങ്ങൾ, ഹോളോകോസ്റ്റ് ഒക്കെ അവിടെ പഠിക്കാനുണ്ടല്ലോ. ഉണ്ട്. പിന്നെ GS പേപ്പർ 2, അവിടെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ, അവയുടെ ഘടന, അധികാരം എന്നൊക്കെ പറയുമ്പോൾ ഈ വിഷയം വരും. ഓക്കെ. ഏറ്റവും പ്രധാനം ഒരുപക്ഷേ GS പേപ്പർ 4, എത്തിക്സ് പേപ്പറാണ്. അവിടെ മാനുഷിക മൂല്യങ്ങൾ, മനസാക്ഷി, പിന്നെ ലേഖനത്തിൽ പറയുന്ന ഹന്ന ആരൻഡിന്റെ ചിന്തകളൊക്കെ. ബെനാലിറ്റി ഓഫ് ഈവിൾ. അതെ, തിന്മയുടെ നിസ്സാരത, അതൊക്കെ വിശകലനം ചെയ്യാൻ ഈ വിഷയം നന്നായി ഉപയോഗിക്കാം. ഓക്കെ. അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് ഈ വംശഹത്യ എന്ന് കൃത്യമായി പറഞ്ഞാൽ? നമ്മൾ ഈ വാക്ക് കേൾക്കാറുണ്ട്, പക്ഷെ മറ്റു കുറ്റകൃത്യങ്ങളിൽ നിന്നും ഇതിനെന്താണ് വ്യത്യാസം? നല്ല ചോദ്യമാണ്. വംശഹത്യയെ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന് പിന്നിലെ ഉദ്ദേശ്യമാണ്. അതായത് ഒരു പ്രത്യേക ദേശീയ, വംശീയ, മതവിഭാഗത്തെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കണം എന്ന വ്യക്തമായൊരു ഇന്റൻഷൻ. ആ ഇന്റൻഷൻ. അതെ, ആ ഇന്റന്റ് ടു ഡിസ്ട്രോയ്. ഈയൊരു ഉദ്ദേശ്യമാണ് യുദ്ധക്കുറ്റങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നിന്നും വംശഹത്യയെ വ്യത്യസ്തമാക്കുന്നത്. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് റാഫേൽ ലെംകിൻ എന്ന നിയമജ്ഞനാണെന്ന് പറയുന്നുണ്ടല്ലോ, അല്ലേ? ശരിയാണ്. റാഫേൽ ലെംകിൻ ഒരു പോളിഷ് ജൂത നിയമജ്ഞനായിരുന്നു. 1944 അദ്ദേഹം ഈ ജനോസൈഡ് എന്ന വാക്കുപയോഗിക്കുന്നത്. എന്തിനായിരുന്നു അത്? കാരണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത്, പ്രത്യേകിച്ച് ഹോളോകോസ്റ്റ് പോലുള്ള സംഭവങ്ങൾ കണ്ടപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്ക്, അതായത് യുദ്ധക്കുറ്റങ്ങൾ എന്നതിനൊന്നും ഈ ഒരു പ്രത്യേകതരം കുറ്റകൃത്യത്തെ ശരിയായി നിർവചിക്കാൻ പറ്റുന്നില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. മനസ്സിലായി. അപ്പോ ലെംകിന്റെ വലിയ പരിശ്രമമുണ്ടായിരുന്നു ഇതിനു പിന്നിൽ. അതിന്റെ ഒക്കെ ബലമായിട്ടാണ് 1948 UN വംശഹത്യ തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള ഉടമ്പടി, അതായത് ജിനോസൈഡ് കൺവെൻഷൻ പാസാക്കുന്നത്. പിന്നീട് 2002 റോം സ്റ്റാറ്റ്യൂട്ട് വന്നു. അതുവഴി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC സ്ഥാപിക്കപ്പെട്ടു. ആ കോടതിക്ക് ഇത്തരം കേസുകൾ വിചാരണ ചെയ്യാനുള്ള അധികാരമുണ്ട്. ശരി. ഇതിനിടയിൽ ഹന്ന ആരൻഡിന്റെ ആ തിന്മയുടെ നിസ്സാരത എന്ന ആശയം കൂടി പരാമർശിക്കുന്നുണ്ട്. അതെന്താണ്? ഹന്ന ആരൻഡ് നാസി ഉദ്യോഗസ്ഥനായിരുന്ന അഡോൾഫ് ഐഷ്മാന്റെ വിചാരണ കണ്ടതിനു ശേഷമാണ് അവർ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ഭയങ്കര രാക്ഷസീയ സ്വഭാവമുള്ളവരാകണമെന്നില്ല. സാധാരണ മനുഷ്യർ തങ്ങളുടെ പ്രവൃത്തികളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാതെ മുകളിൽ നിന്നുള്ള ഉത്തരവുകൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുമ്പോൾ പോലും വലിയ തിന്മകളുടെ ഭാഗമായി തീരാം. ആ ഒരു ചിന്താശൂന്യത, അതാണ് തിന്മയുടെ നിസ്സാരത. അത് വളരെ പ്രസക്തമായൊരു ചിന്തയാണല്ലോ. അതെ, വംശഹത്യ പോലുള്ള കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് വലിയ സംവിധാനങ്ങളുടെ ഭാഗമായി ചിലപ്പോൾ സാധാരണ ആളുകളിലൂടെ നടപ്പാക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അപ്പോ പ്രിലിംസിനു വേണ്ടി ഓർത്തിരിക്കേണ്ട പ്രധാന ആശയങ്ങൾ ഒന്നുകൂടി പറയാമോ? തീർച്ചയായും. 1. വംശഹത്യ, യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ഇവ തമ്മിലുള്ള വ്യത്യാസം. പ്രധാനമായും ആ ഉദ്ദേശ്യം. ശരി. 2. 1948 വംശഹത്യ ഉടമ്പടി. ഇത് വംശഹത്യയെ അന്താരാഷ്ട്ര കുറ്റകൃത്യമായി പറയുന്നു.
അംഗരാജ്യങ്ങൾക്ക് ഇത് തടയാനും ശിക്ഷിക്കാനും കടമയുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, രാഷ്ട്രീയ ഗ്രൂപ്പുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. 3. റോം സ്റ്റാറ്റ്യൂട്ടും ICCയും. ICC സ്ഥാപിച്ചത് റോം സ്റ്റാറ്റ്യൂട്ട് വഴിയാണ്. വംശഹത്യ പോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തികളെ വിചാരണ ചെയ്യുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്ത്യ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ്. അതെ, അത് പ്രധാനമാണ്. 4. ഹന്ന അറേൻറ്റിന്റെ ആ തിന്മയുടെ നിസാരത എന്ന ആശയം. എത്തിക്സ് പേപ്പറിൽ ഇത് ഉപയോഗിക്കാം. അപ്പോ മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോ ഈ ഇന്ത്യ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെക്കാത്ത കാര്യം കൂടുതൽ പ്രസക്തമാവുമല്ലോ. ഇന്ത്യയുടെ നിലപാടെന്താണിവിടെ? തീർച്ചയായും ഇത് ഇന്ത്യയുടെ വിദേശ നയവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമാണ്. നോക്കൂ, ഇന്ത്യ എപ്പോഴും വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുന്നൊരു രാജ്യമാണ്. അപ്പോ ലോകത്തെവിടെയെങ്കിലും, ഉദാഹരണത്തിന് മ്യാൻമറിലെ റോഹിംഗ്യൻ വിഷയം അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒക്കെ വരുമ്പോൾ ഇന്ത്യയ്ക്കൊരു നിലപാടെടുക്കേണ്ടി വരും. അവിടെ ധാർമ്മികമായ ചില ചോദ്യങ്ങൾ ഉയരും. ശരിയാണ്. ഇന്ത്യ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെക്കാത്തതിന്റെ പ്രധാന കാരണം പറയുന്നത് രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കണം എന്നതാണ്. ഈ അന്താരാഷ്ട്ര കോടതികൾ ചിലപ്പോൾ രാഷ്ട്രീയപരമായി ഉപയോഗിക്കപ്പെട്ടേക്കാം എന്നൊരു പേടി ഇന്ത്യക്കുണ്ട്. ഓക്കെ. എന്നാൽ മറുവശത്ത് ഇങ്ങനെ മാറി നിൽക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യില്ലേ എന്ന വാദമുണ്ട്. ഒരു ആഗോള ശക്തിയാകാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം സംവിധാനങ്ങളുമായി സഹകരിക്കേണ്ടതല്ലേ എന്നും ചോദ്യങ്ങൾ വരാം. അതൊരു സങ്കീർണമായ വിഷയമാണല്ലേ? അതെ. അതുകൊണ്ട് ഇന്ത്യ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. വംശഹത്യ തടയണം എന്ന തത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ ഓരോ സാഹചര്യത്തിലും ഇന്ത്യയുടെ ദേശീയ താൽപര്യം കൂടി നോക്കിയിട്ടുള്ള ഒരു പ്രായോഗിക നിലപാടാണ് സ്വീകരിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ, മാനുഷിക സഹായം, ഇതിലൊക്കെയാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വന്തം രാജ്യത്തിനകത്ത് എല്ലാ ന്യൂനപക്ഷങ്ങളെയും സംരക്ഷിക്കാനുള്ള നമ്മുടെ സംവിധാനങ്ങൾ ശക്തമായി നിലനിർത്തുക എന്നതാണ്. അത് വളരെ പ്രധാനമാണ്. അതെ. അപ്പോൾ ഇന്ത്യയുടെ ഈ നിലപാട് രാജ്യത്തിന്റെ പരമാധികാരം, അന്താരാഷ്ട്ര നീതി, ഇവ തമ്മിലുള്ളൊരു സങ്കീർണമായ ബാലൻസിങ്ങിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വംശഹത്യ എന്ന അതീവ ഗൗരവമുള്ള വിഷയത്തിന്റെ പല മാനങ്ങൾ, അതിന്റെ ചരിത്രം, നിയമം, ധാർമ്മികത, പിന്നെ ഇന്ത്യയുടെ നിലപാട് ഒക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഹന്ന ആരണ്ട് പറഞ്ഞ ആ തിന്മയുടെ നിസ്സാരത, അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് പോലും എത്ര വലിയ ദുരന്തങ്ങൾക്ക് കാരണമാവാമെന്നത് ഇന്നത്തെ ലോകത്തും എത്രത്തോളം ശരിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചർച്ചയിലേക്ക് സ്വാഗതം. ദി ഹിന്ദു പത്രത്തിൽ ഈയിടെ വന്ന ഒരു വാർത്തയാണ് നമ്മളിന്ന് നോക്കുന്നത്. കണവയുടെ, അതായത് സ്ക്വിഡിന്റെ ചർമ്മത്തിലെ പാറ്റേണുകളെക്കുറിച്ച്. സ്ക്വിഡ് സ്കിൻ പാറ്റേൺസ് റിവീൽ എ ന്യൂ സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർ ഡിസോർഡർ എന്ന തലക്കെട്ടിലാണ് വാർത്ത വന്നത്. ശരിയാണ്. വളരെ കൗതുകകരമായ ഒരു കണ്ടെത്തലാണ്. അതെ. അപ്പോ എന്താണ് ഈ ഹൈപ്പർ ഡിസോർഡർ? കണവയുടെ ആ ഒരു നിറം മാറ്റമൊക്കെയായിട്ട് ഇതിന് ബന്ധമുണ്ടോ? പിന്നെ നമ്മുടെ UPSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതെങ്ങനെയാണ് പ്രധാനപ്പെട്ടതാവുന്നത്? അതൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായും. ഇത് UPSC പ്രിലിംസിന്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ. അതായത് ബയോടെക്നോളജി, പിന്നെ പുതിയ പുതിയ ശാസ്ത്രീയ കണ്ടെത്തലുകൾ, ആ ഒരു ഭാഗത്തൊക്കെ ഇതിന് പ്രസക്തിയുണ്ട്. ശരി. അപ്പോൾ ഈ പഠനത്തിന്റെ പ്രധാന വിഷയം എന്താണ്? കണവയുടെ ആ നിറം മാറ്റം തന്നെയാണോ? ഒരു ഭാഗത്ത് അതേന്ന് പറയാം. കാരണം കണവയ്ക്ക് നിറം മാറാൻ സഹായിക്കുന്നത് അതിന്റെ തൊലിയിലുള്ള ആയിരക്കണക്കിന് ചെറിയ കോശങ്ങളാണ്. ക്രൊമാറ്റോഫോറുകളെന്ന് പറയും. ക്രൊമാറ്റോഫോറുകൾ കേട്ടിട്ടുണ്ട്. അതെ. ഈ കോശങ്ങൾ എങ്ങനെയാണ് ചർമ്മത്തിൽ വിന്യസിച്ചിരിക്കുന്നതാണ് ഇവർ പഠിച്ചത്. സാധാരണഗതിയിൽ ജീവികൾ വളരുമ്പോൾ അവയുടെ ശരീരത്തിലെ പാറ്റേണുകളും ഘടനകളുമൊക്കെ കൂടുതലൊരു ഓർഡറിലാവുകയാണ് ചെയ്യുക. ഒരു ചിട്ട വരും. അതെ, കൂടുതൽ ഓർഗനൈസ്ഡ് ആവും. എന്നാൽ കണവയിൽ, അതായത് ഈ ലോങ് ഫിൻ ഇൻഷോർ സ്ക്വിഡിൽ, അവർ കണ്ടത് നേരെ തിരിച്ചാണ്. ഇത് വളരുന്തോറും ഈ ക്രൊമാറ്റോഫോർ കോശങ്ങളുടെ വിന്യാസം കൂടുതൽ ക്രമരഹിതമാവുന്നു, കൂടുതൽ ഡിസോർഡേർഡ് ആവുന്നു. ഓഹോ, അതാണോ ഈ ഹൈപ്പർ ഡിസോർഡർ എന്ന് പറയുന്നത്? അതെ. അതിനെയാണ് ഗവേഷകർ ഈ ഒരു പേര് വിളിക്കുന്നത്, ഹൈപ്പർ ഡിസോർഡർ. സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി ക്രമം കുറയുന്ന അവസ്ഥ. അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. സാധാരണ വളർച്ചയിൽ നമ്മളൊരു ഓർഡർ പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ അത് കുറയുന്നു.
എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഈ കോശങ്ങൾ തുടക്കത്തിലെ ഒരു ക്രമമില്ലാതെയാണ് ചർമ്മത്തിലുണ്ടാകുന്നത്, റാൻഡമായിട്ട്. 2, ചർമ്മം വളർന്നുകൊണ്ടേയിരിക്കുന്നു. പഴയ കോശങ്ങൾ വലുതാകുന്നു, പുതിയവ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ക്രമമില്ലായ്മ കൂടിക്കൂടി വരും. ആ പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ കോശങ്ങളുടെ വലിപ്പത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഏതൊക്കെ വലിപ്പത്തിലുള്ള കോശങ്ങൾ എത്രയെണ്ണമുണ്ട് എന്ന അനുപാതം, അത് വലിയ മാറ്റമില്ലാതെ തുടരുന്നുമുണ്ട്. അതാണ് അതിലൊരു പ്രത്യേകത. ഓക്കെ. അപ്പോ ഈയൊരു കണ്ടെത്തൽ കണവയുടെ കാര്യം മാത്രമല്ല, മറ്റ് ജീവശാസ്ത്രപരമായ പഠനങ്ങൾക്കും ഒരുപക്ഷെ സഹായകമായേക്കുമെന്നോ? തീർച്ചയായും. മറ്റ് ജൈവകലകൾ, അതായത് ബയോളജിക്കൽ ടിഷ്യൂസ്, എങ്ങനെയാണ് വളരുന്നത്, എങ്ങനെയാണ് അവയിൽ പാറ്റേണുകൾ ഉണ്ടാകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, ചെടികളുടെ ഇലകളിലെ ഞരമ്പുകൾ, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ അവയവങ്ങൾ, ഇവയുടെയൊക്കെ വളർച്ചയിൽ ഈ പറയുന്ന ഡിസോർഡറിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ പഠിക്കാൻ ഇത് പുതിയ വഴികൾ തുറന്നുവരും. ശരിയാണ്. ഈ ഹൈപ്പർ ഡിസോർഡർ എന്ന ആശയം കേൾക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില സയന്റിഫിക് കോൺസെപ്റ്റുകളും ഓർമ്മ വരുന്നുണ്ട്. അതുകൂടി പരീക്ഷകൾക്ക് പ്രധാനപ്പെട്ടതല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൊമാറ്റോഫോറുകളും പ്രച്ഛന്നവേഷവും, ക്രൊമാറ്റോഫോറിസ് ആൻഡ് ക്യാമോഫ്ലേഷ്. ഈ കോശങ്ങൾ കണവ, നീരാളി, ഓന്തുപോലെയുള്ള ജീവികളിൽ നിറം മാറ്റത്തിന് പ്രധാനമാണ്. ചുറ്റുമുള്ള പേശികൾ ഉപയോഗിച്ച് ഈ കോശങ്ങളെ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്താണ് നിറം മാറ്റുന്നത്. ഇത് ഇരപിടിക്കാനും രക്ഷപ്പെടാനുമുള്ള ആ ഒരു കഴിവിന്, ക്യാമോഫ്ലേഷന് അത്യാവശ്യമാണ്. ഓക്കെ. രണ്ടാമത്തെ പ്രധാന ആശയം പ്രകൃതിയിലെ സ്വയം സംഘടന, സെൽഫ് ഓർഗനൈസേഷൻ ഇൻ നേച്ചറാണ്. സെൽഫ് ഓർഗനൈസേഷൻ. അതായത് ഒരു സെൻട്രൽ കൺട്രോൾ ഇല്ലാതെ ചെറിയ ചെറിയ ലോക്കൽ ഇൻട്രാക്ഷനുകളിലൂടെ വലിയ പാറ്റേണുകൾ ഉണ്ടാകുന്നത്. ഇപ്പോ പക്ഷിക്കൂട്ടം ഒരുമിച്ച് പറക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞുകെട്ട് രൂപപ്പെടുന്നത്, സീബ്രയുടെ ദേഹത്തെ വരകൾ, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. കണവയുടെ ചർമ്മത്തിലെ പാറ്റേണുകളും ഒരു തരത്തിൽ സെൽഫ് ഓർഗനൈസേഷനാണ്. പക്ഷെ ഇവിടെ വളർച്ചയുടെ ഭാഗമായി ഓർഡർ കുറയുന്നു എന്നത് ഇതിന് വ്യത്യസ്തമാക്കുന്നു. സാധാരണ സെൽഫ് ഓർഗനൈസേഷനിൽ ഒരു ഓർഡർ ഉണ്ടാകുകയാണല്ലോ പതിവ്. ശരിയാണ്. ഈ പഠനം പല ശാസ്ത്രശാഖകളെ ഒരുമിപ്പിക്കുന്നു എന്നും തോന്നുന്നു. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇത് അന്തർവിജ്ഞാനശാഖാ ഗവേഷണത്തിന്റെ, ഇന്റർഡിസിപ്ലിനറി റിസർച്ചിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ഇതിൽ ബയോളജിയുണ്ട്, ഫിസിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, കണക്കുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഇങ്ങനെയൊരു നിഗമനത്തിലെത്താൻ പറ്റിയത്. സങ്കീർണമായ പ്രശ്നങ്ങൾ പഠിക്കാൻ ഇങ്ങനെയുള്ള അപ്രോച്ചുകൾ വളരെ പ്രധാനമാണ്. ഭാവിയിൽ ഇതിന് എന്തെങ്കിലും പ്രായോഗിക ഉപയോഗങ്ങൾ ഉണ്ടാകുമോ, ഈ ഹൈപ്പർ ഡിസോർഡർ എന്ന അറിവിന്? ഉണ്ടാവാം. ഉദാഹരണത്തിന്, ഈ കണവയുടെ ചർമ്മം പോലെ നിറം മാറാൻ കഴിവുള്ള പുതിയ തരം മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ ഇത് പ്രചോദനമായേക്കാം. അഡാപ്റ്റീവ് ക്യാമോഫ്ലാഷ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയില്ലേ? അതുപോലെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് പോലുള്ള മെഡിക്കൽ ഫീൽഡിൽ കൃത്രിമമായി ടിഷ്യൂകൾ വളർത്തുമ്പോൾ അതിന്റെ ഘടനയൊക്കെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് മനസ്സിലാക്കാനും ഒരുപക്ഷെ ഈ പഠനം സഹായിച്ചേക്കാം. അപ്പോ ഈ കണവയുടെ ചർമ്മത്തിലെ ഹൈപ്പർ ഡിസോർഡർ എന്ന പ്രതിഭാസം, അതിന് പിന്നിലെ സയൻസ്, UPSC പരീക്ഷയിലുള്ള പ്രസക്തി, ഇതൊക്കെ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ക്രൊമാറ്റോഫോറുകള്, സെൽഫ് ഓർഗനൈസേഷൻ, പിന്നെ ഈ വളർച്ച കൂടുമ്പോൾ ഓർഡർ കുറയുന്ന ആ ഒരു വ്യത്യസ്തമായ ആശയം, ഇതൊക്കെ ഓർത്തുവെക്കുന്നത് നല്ലതാണ്. അതെ, പ്രകൃതിയിലെ ചില പ്രതിഭാസങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും സങ്കീർണവും അതേസമയം ലളിതമായ നിയമങ്ങൾ പിന്തുടരുന്നവയുമാകാം. ശരിയാണ്. ഒരുപക്ഷേ ഈ ക്രമമില്ലായ്മ പോലും ഒരു തരം ക്രമമാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഇന്നത്തെ ഈ ചർച്ച എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ.